കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒന്നിച്ചായിരിക്കുന്നത്. നമ്മൾ റോമാലേഖനം 9-ാം അധ്യായമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അവസാനം 30, 31, 32 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. റോമർ 9, 30, 31, 32 വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേൽ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നമ്മൾ അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. മനുഷ്യനുള്ള പ്രത്യേകത, സ്വന്തമായൊരു പ്രവൃത്തിയിലൂന്നി ഒരു നീതീകരണത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് മനുഷ്യൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷത്തില് 15-ാമത്തെ അധ്യായത്തില് 28-ാമത്തെ വാക്യത്തിൽ കുടിയപുത്രന്റെ ജ്യേഷ്ഠൻ വയലിൽ നിന്ന് മടങ്ങി വരുമ്പം ഈ ശബ്ദമൊക്കെ കേട്ടത് എന്താന്ന് ചോദിക്കുമ്പം 22, അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്നവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ നിന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ട നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പരാതിയുള്ളവനായിരിക്കും, അസ്വസ്ഥനായിരിക്കും. ബാഹ്യമായിട്ട് കുഴപ്പമൊന്നും കാണാൻ കഴിഞ്ഞില്ലേലും ഉള്ളില് ഈ പറഞ്ഞ പരാതികളും അസ്വസ്ഥതകളും വെറുപ്പൊക്കെ ആയിട്ടായിരിക്കും അവൻ ജീവിക്കുന്നത്. എന്നാൽ കുടിയപുത്രന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 21-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നതിന് നിന്റെ മകനെ വിളിക്കൊള്ളുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. പിതാവിന്റെ അടുക്ക വരുമ്പം തന്റെ ഒരു യോഗ്യതയും ഇല്ലാത്തവനായിട്ടാണ് വരുന്നത്. പക്ഷെ മൂത്ത പുത്രൻ ഒത്തിരി യോഗ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എത്ര കാലമായി നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ ആണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ദൈവത്തിന്റെ അംഗീകാരം നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ അടുക്ക വരുമ്പോൾ വെറും ശൂന്യരായിട്ടാണ് വരുന്നത്. നമ്മളൊരു പാട്ടി പാടുന്ന പോലെ, വെറും കൈയായി വരുന്നു ഞാൻ. ദൈവത്തിന്റെ സന്നിധിക്ക് നമ്മൾ വരുമ്പം ആ ക്രൂശിൽ കർത്താവിനോടൊപ്പം ആയിരുന്ന കള്ളനെ പോലെ കരുണ തോന്നണം എന്നുള്ളൊരു നിലവിളിയുമായിട്ടായിരിക്കും വിശ്വാസമുള്ള നീതീകരണത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരാള് എപ്പോഴും ദൈവത്തെങ്കിലേക്ക് വരുന്നത്. അവൻ ചുറ്റുപാടുകൾ നോക്കി മറ്റുള്ളവരെയൊക്കെ കാണുമ്പം അവന് മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണാൻ കഴിയും, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരാൾക്ക്. പക്ഷെ പ്രവൃത്തിയിൽ ഊന്നുന്ന ഒരാള് മറ്റുള്ളവരെയൊക്കെ നോക്കിയിട്ട് അവരിൽ ഈ പ്രവൃത്തി കാണാത്തപ്പം ഞാൻ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ്. ഞാൻ 2 വട്ടം ആഴ്ചയിൽ ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി തന്നെക്കുറിച്ച് തന്നെയുള്ള പ്രശംസയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പം ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മിൽ തന്നെ നമുക്കൊരു പ്രശംസയുണ്ടോ? എനിക്കിത് ചുങ്കക്കാരനെ പോലെയോ ഭാവിയെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒരു ആന്തരിക മനോഭാവമാണ്. നമ്മുടെ സഹോദരന്മാരെ കാണുമ്പം, അല്ലെങ്കിൽ കുടുംബീയത്തിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലായിരിക്കുമ്പം മറ്റേ ആളേക്കാൾ ഞാൻ കുറച്ചുകൂടെ മെച്ചമാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ
അത് കാണിക്കുന്നത് നാം പ്രവൃത്തിയിൽ ഊന്നി ദൈവമുമ്പാകെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു അസ്വസ്ഥതയിലായിരിക്കും ജീവിക്കുന്നത്. അവരുടെ മുഖമുദ്രയിൽ നിന്ന് അസൂയയായിരിക്കും. മറ്റുള്ളവർ തന്നെക്കാൾ മുന്നേ കയറി പോകുമെന്നുള്ളൊരു ഭയവും അസൂയയും അസ്വസ്ഥതയും. നമുക്ക് നമ്മുടെ ജഡത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാണ്. നമുക്കറിയാം വലിയ അളവില് ഇങ്ങനത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മളിലുണ്ട്. ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും നമുക്കത് കാണാനായിട്ട് കഴിയും. പക്ഷെ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നിൽ തന്നെ സ്വസ്ഥനായിരിക്കും. യൂദയുടെ ലേഖനം 24-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. അവിടെ പറഞ്ഞ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, നമ്മൾ സ്വയം സൂക്ഷിക്കുകയല്ല, നമ്മളെ ദൈവം സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിശ്വാസമുള്ള നീതീകരണത്തിന്റെ വഴി നടക്കുന്ന ഒരാള് അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനിലായിരിക്കത്തില്ല, അവൻ സ്വസ്ഥനായിരിക്കും. കാരണം ദൈവമാണ് എന്നെ സൂക്ഷിക്കുന്നത്, ദൈവമാണ് എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നത്. ആ ഒരു സമാധാനത്തിലും സ്വസ്ഥതയിലുമായിരിക്കും എപ്പോഴും ജീവിക്കുക. ഒരിക്കലും ഒരു പ്രവൃത്തിയിൽ ഊന്നി ഉള്ള ഒരു വിശ്വാസ ജീവിതം അല്ല വന്നയക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ക്രിസ്തീവൻ നമ്മൾ വീണ്ടും ജനിച്ച ശേഷം നമുക്ക് പ്രവൃത്തിയുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്ന ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികളായി സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മൾ. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടേതായ യാതൊരു പ്രവൃത്തിയിലും ഊന്നിയല്ല നമ്മൾ വരുന്നത്. നമ്മുടെ ഹൃദയം മുഴുവൻ നന്ദിയും സ്തോത്രവും സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമായിട്ടായിരിക്കും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു വിധിക്കുന്ന മനോഭാവത്തിലായിരിക്കത്തില്ല, എപ്പോഴും നമ്മളെ തന്നെ വിധിക്കുന്ന ഒരു മനോഭാവത്തിലായിരിക്കും. ആ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ മാത്രം യജമാനൻ കൊടുത്ത വസ്ത്രം ധരിച്ചല്ല വന്നേ, അവൻ സ്വന്തം വസ്ത്രം ധരിച്ചാ വന്നേ. അവനെ കർത്താവ് അഭിസംബോധന ചെയ്യുമ്പോഴും സ്നേഹിത എന്നാ വിളിക്കുന്നത്. സ്നേഹിത, എങ്ങനെ നീ ഇതിനുള്ളിൽ വന്നു? കാരണം അതിനുള്ളിൽ വരണേലേ ഈ കല്യാണത്തിന് വിളിക്കപ്പെട്ട യജമാനൻ കൊടുക്കുന്ന വസ്ത്രവുമായിട്ടേ എല്ലാവർക്കും ഉള്ളിൽ വരാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ആ ഒരു മനുഷ്യൻ സ്വന്തമായ വസ്ത്രം ധരിച്ചാ വന്നേ, അതുകൊണ്ട് അവനെ തള്ളിക്കളയും നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശേബ്രന്തി വായിക്കുന്ന മനുഷ്യന്റെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ് എല്ലാം. ഈ ഒരു സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയത എപ്പോഴും ഒരു ഭാരം നിറഞ്ഞതായിരിക്കും. സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ 2 കൊരിന്തി 4-ാം അധ്യായത്തില് അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്തി 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇത് പ്രകാശിപ്പിക്കുന്ന ദൈവം. ആ ഒരു തേജസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പ്രശംസയോ ഉന്നത ചിന്തകളോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ താഴ്മയിലായിരിക്കും ജീവിക്കുന്നത്. നമ്മൾ ദൈവഭാഗം ചെല്ലുമ്പം നമ്മുടെ ഇടത്തും വലത്തും ഉള്ളവരെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം നമ്മളോട് കാണിച്ച കരുണയും കൃപയും നീതീകരണവും എല്ലാം ഓർത്ത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കും. അവിടെ നമുക്കൊരു ഏകാഗ്രതയുള്ള ഹൃദയം ഉണ്ടാവും, നമുക്കൊരു ഭയം ഉണ്ടാവത്തില്ല, നിരാശ ഉണ്ടാവത്തില്ല. പ്രവൃത്തിയിൽ ഊന്നുന്ന ഒരാള് ദൈവത്തിലേക്ക് വരുമ്പോൾ അവൻ പലപ്പോഴും ഭയപ്പെടുന്നവനായിട്ടായിരിക്കും വരുന്നത്. കാരണം പലയിടത്തും തെറ്റിപ്പോയതിനെ കുറിച്ചുള്ള ഒരു ഭയവും ആകുലതയും അവൻ്റെ ഉള്ളിലുണ്ടാവും. കർത്താവ് എങ്ങനെ തന്നോട് പ്രതികരിക്കുമെന്നുള്ള
ഒരു ഭയത്തിലായിരിക്കും അവൻ വരുന്നത്. നമുക്കറിയാം, മുടിയൻ പുത്രൻ വരുമ്പം അവനങ്ങനത്തെ ഭയങ്ങളൊന്നുമില്ല, അവന് അവകാശങ്ങളും ഇല്ല, ഭയങ്ങളും ഇല്ല, ഒരു ഡിമാൻഡും ഇല്ല. അവൻ ദൈവത്തിന്റെ അല്ലെ പിതാവിന്റെ ആ നന്മയിലൂന്നിയാ വരുന്നത്, കരുണയിലൂന്നിയാ വരുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് നിൽക്കുമ്പം അവൻ സ്വസ്ഥനായിട്ടാ പിതാവിന്റെ മുമ്പാകെ നിൽക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെയും ക്രിസ്തുജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിലിപ്പിയ ലേഖനം 4-8 അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുമ്പം അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അത്രയുമല്ല, എന്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. 9-ാം വാക്യം, ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. എന്റെ പ്രത്യേകത, വിശ്വാസമുള്ള നീതി ലഭിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കർത്താവിലായിരിക്കും ഇരിക്കുന്നത്. അല്ലാത്ത ഒരാള് മിക്ക സമയങ്ങളിൽ തന്നെ ആയിരിക്കും ആശ്രയിക്കുകയും ഊന്നുകയും ചെയ്യുന്നത്. ഈ വിശ്വാസമുള്ള നീതിയുടെ മാർഗത്തിൽ നടക്കുന്ന ഒരാള് എപ്പോഴും ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാളായിരിക്കും. നമ്മള് യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞല്ലോ, മുന്തിരിവള്ളി അല്ലെ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കായ്പാൻ കഴിയത്തില്ല. ഇവിടെ അവനിൽ ഇരിക്കുക എന്നുള്ള പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ആ കൊമ്പ് വള്ളിയിൽ വസിക്കുന്ന ഒരു അവസ്ഥ. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ആ മുന്തിരിവള്ളിയിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുവിലുള്ള രസമാണ് അവനിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ അവന് യാതൊരു രസവും ഇല്ല. പക്ഷെ ഈ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും തന്നെ പ്രവൃത്തിയിൽ ഊന്നിയാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പം ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഒന്ന് കോപിച്ച് അസ്വസ്ഥനായിട്ടാണ് മീറ്റിങ്ങിലേക്ക് വരുന്നെങ്കിൽ അവന് സന്തോഷം കാണത്തില്ല, സ്വസ്ഥത കാണത്തില്ല, സമാധാനം കാണത്തില്ല. അവനാകപ്പാടെ അസ്വസ്ഥനായിരിക്കും ആ മീറ്റിങ്ങിൽ ഇരിക്കുന്നത്, അസ്വസ്ഥനായിട്ടായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വസ്ഥതയിലായിരിക്കും വന്നിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഓരോ സാഹചര്യം, അതുപോലെ ഒരു ടെൻഷനുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. വിശ്വാസത്തിന്റെ മാർഗത്തിൽ നടക്കുന്ന ഒരാള് സ്വസ്ഥനായിരിക്കും, അല്ലാത്ത ഒരാള് അസ്വസ്ഥനായിരിക്കും. അവന് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കാതെ സ്വയമായിട്ട് ചിലതൊക്കെ ചെയ്ത് ചിലതൊക്കെ നേടാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കും അവനായിരിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ മാർഗത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യം യാന്ത്രികമായുള്ളൊരു സ്വസ്ഥതയാണ്. കർത്താവ് മത്തായി 11 പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായാലും എന്റെ തുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്. അപ്പൊ നമ്മൾ കർത്താവിൽ വസിക്കുകയും കർത്താവിൽ നിന്ന് പഠിക്കുകയും കർത്താവിൽ ഊന്നുകയും ചെയ്യുന്നിടത്ത്, നമ്മുടെ പ്രവൃത്തിയിലല്ല, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തീർത്ത കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കുകയും ഊന്നുകയും ചെയ്യുന്നിടത്ത് നമ്മളൊരു ആന്തരിക സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. സാഹചര്യങ്ങളെല്ലാം നമുക്ക് എതിരാകുമ്പോൾ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ ആ ഒരു വ്യക്തി മാത്രം സ്വസ്ഥതയിലായിരിക്കും ജീവിക്കുന്നത്. അവൻ പ്രകോപിക്കപ്പെടത്തില്ല, അസ്വസ്ഥപ്പെടത്തില്ല, എടുത്തു ചാടത്തില്ല, പരാതി പറയത്തില്ല. അവൻ സ്വസ്ഥതയുടെ മാർഗത്തിലായിരിക്കും നിരന്തരമായിട്ട് നടക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ആന്തരിക തലങ്ങളിലേക്ക് കടന്നു പോകുന്നിടത്ത് നമ്മുടെ ക്രിസ്തുജീവിതം വളരെ സന്തോഷകരമായ ഒന്നായിട്ട് തീരും. ഒരു പാപത്തിൽ വീണാൽ പോലും അവൻ അസ്വസ്ഥനായിരിക്കത്തില്ല. അവന് ദുഃഖവും അനുതാപവും മാനസാന്തരമൊക്കെ ഉണ്ടാകും.
പക്ഷെ അവന് ഭയപ്പെടുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യത്തില്ല. കാരണം അവൻ ദൈവത്തിലാണ് വസിക്കുന്നത്, കർത്താവിലാണ് വസിക്കുന്നത്. കർത്താവിൽ വസിക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശ്വാസാൽ ജീവിക്കാന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ ഗലാത്യർ 2:20 ഇങ്ങനെ എഴുതിയല്ലോ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ക്രിസ്തു ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തി, ക്രിസ്തു നമ്മളുടെ ചിലതൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ പരമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തില് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവം എന്നിലൂടെ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ചല്ലാതെ എനിക്കൊന്നും പ്രശംസിക്കാനായിട്ടില്ല. ഞാനല്ല, ദൈവം എന്നിലൂടെ ചെയ്ത കാര്യങ്ങളെന്ന് അവിടെ പറഞ്ഞിരിക്കും, ഞാൻ മുഖാന്തരം. അപ്പൊ കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലാണ് നമ്മൾ എപ്പോഴും പോകുന്നത്. കർത്താവിന് നമ്മൾ ഇടകൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ മാർഗത്തിൽ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും കർത്താവിന് ജീവിക്കാനുള്ള ഒരു വാതിൽ നമ്മൾ തുറന്നിടുക ചെയ്യുന്നത്, നമ്മൾ പിന്നോട്ട് മാറുക ചെയ്യുന്നത്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. തുടർന്ന് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പം അപ്പോസ്തലൻ പറയുന്ന, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചിയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. പരിജ്ഞാനപ്രകാരം അല്ലാതെ ഉള്ളൊരു എരിവുമായിട്ട് നമ്മൾ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു കാര്യം. അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നാം നമ്മളിൽ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. എല്ലാ സമയത്തും നമ്മളിൽ നിന്ന് വരുന്ന ചില പ്രവൃത്തികളിൽ ഊന്നിയായിരിക്കും നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. അതേസമയം കർത്താവിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആള് കർത്താവ് പ്രവർത്തിക്കാൻ, അല്ലെ കർത്താവ് തന്നോട് ചിലത് ചെയ്യാനായിട്ട് താൻ സ്വസ്ഥനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ദൈവശബ്ദം കേൾക്കാനായിട്ട്. ഒരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ കർത്താവ് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നാം വളരെ പെട്ടെന്ന് നമ്മളിൽ തന്നെയുള്ള ഒരു മറുപടി കൊടുക്കും, അല്ലെ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുന്ന കാണാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പല സഹോദരന്മാരുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ അനുഭവത്തിലും അതുണ്ട്. ഒരു സഹോദരൻ ഒരു കാര്യം നമ്മളോട് പറയാനായിട്ട് തുടങ്ങിയിട്ട് അങ്ങ് നിർത്തിയെന്ന് വിചാരിക്കുക, അത് പൂർത്തീകരിച്ചില്ല. നമുക്കത് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും. എന്താ ബ്രദറെ പറയാൻ തുടങ്ങിയേ, എന്താ നിർത്തിക്കളഞ്ഞേ? നമ്മുടെ ഉള്ളിലുണ്ട് അതൊന്ന് കേൾക്കാനും അറിയാനുള്ള ഒരു ആഗ്രഹം. പക്ഷെ നമ്മൾ കർത്താവിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ സഹോദരൻ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് പറയണ്ടെന്ന്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ അനുഭവത്തിൽ കാണുമായിരുന്നു, ആദ്യമൊക്കെ അങ്ങനത്തെ ഒരു പരീക്ഷയിൽ കടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ സഹോദരാന്ന് ചോദിക്കും. പക്ഷെ ഇപ്പൊ ആ സഹോദരൻ പെട്ടെന്ന് നിശബ്ദനാകുമ്പോൾ ഞാനും നിശബ്ദനാകും. കാരണം എനിക്കറിയാം, കർത്താവ് ആ സഹോദരനോട് പറഞ്ഞു, നീ ഇപ്പൊ അത് പറയണ്ട. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഉള്ളൊരു പ്രത്യേകത ഇപ്പൊ കണ്ടെത്തുന്ന ഒരു കാര്യം, എനിക്കത് അറിയാൻ വേണ്ട. നമ്മൾ ഈ കർത്താവിൽ വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ നടക്കുന്നത്. തുടർന്ന് 3-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോ അത് വായിക്കുന്ന 10:3, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചത് കൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇവിടെ 2 നീതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ദൈവത്തിന്റെ നീതി, മറ്റൊന്ന് സ്വന്തം നീതി. ഫിലിപ്പിയർ 3 അപ്പോസ്തലൻ അതാ പറഞ്ഞ്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ജീവന്റെ വഴിയെ പോകുമ്പോൾ നമ്മുടെ ന്യായപ്രമാണത്തിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനിടയാകും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഒരിക്കൽ നമ്മള്
ഈ ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വന്തം പ്രവൃത്തിയിൽ ഊന്നുന്ന കാര്യമാണ്. സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, സ്വന്തം പ്രവൃത്തി, നമ്മളിൽ തന്നെ വരുന്ന പ്രവൃത്തികൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. മുകളില് 5-ാം വാക്യം നമ്മളത് വായിക്കുന്നുണ്ട്. 7:5 നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തോടെ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. ഇപ്പോഴും നമ്മെ പിടിച്ചടയ്ക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഈ കൃപയുടെ തലത്തിലേക്ക് നമ്മൾ റോമർ 6:14 നമ്മൾ അത് തന്നെ വായിക്കും. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയല്ല. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിലും ഈ പരീക്ഷകളിൽ നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് കഴിയും. നമ്മൾ സ്വന്തം നീതിയിൽ ഊന്നുന്നവരാകുമ്പോൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേക നിലവാരം പ്രതീക്ഷിക്കുന്നവരായിരിക്കും. ഇപ്പൊ ഭാര്യയിൽ നിന്നാണേലും ഭർത്താവിൽ നിന്നാണേലും കുഞ്ഞുങ്ങളിൽ നിന്നാണേലും സൗരന്മാരിൽ നിന്നാണേലും ഒക്കെ നമ്മളൊരു നിശ്ചിത നിലവാരം അവരിൽ നിന്ന് പ്രതീക്ഷിക്കും. ആ നിലവാരം നമ്മൾ കാണാണ്ട് വരുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടും, പരാതി പറയും, കോപിക്കും, പിണങ്ങിയിരിക്കും. അതേസമയം നമ്മൾ ദൈവിക നീതിയെ പിന്തുടരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേക നിലവാരം പ്രതീക്ഷിക്കുകയല്ല. കർത്താവിനെ കുറിച്ച് റോമാലേഖനത്തില് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. അതിന്റെ 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കും. 15-3 നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എന്റെ മേൽ വീണിരിക്കുന്ന എഴുതിയിരിക്കുന്ന ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ഈ ഒരു വഴിയുള്ള യാത്രയില് ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയൊക്കെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കാൻ തുടങ്ങും. അവർക്ക് വേണ്ടി നമ്മൾ നിയമങ്ങളോ ചട്ടങ്ങളോ കൽപ്പനകളോ പ്രമാണങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല. നാം ഒരു സ്വാതന്ത്ര്യത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും ഭാര്യ-ഭർത്തൃ ബന്ധത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാറുണ്ടല്ലോ, എഫേസ്യർ 5 ഭാര്യമാർക്ക് ബഹുമാനം കൊടുപ്പേൻ, അന്യനും ബഹുമാനിപ്പേൻ. പക്ഷെ അത് ഈ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ എപ്പോഴും കൃപയിലേക്ക് വരുന്നു, അല്ലെ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരുന്നു, അവിടെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ ഒരു ഊന്നലിൽ നിൽക്കുമ്പോഴൊക്കെ നാം നമ്മെ തന്നെ ഉയർത്തുന്ന ഒരു മനോഭാവത്തിലാണ് നിൽക്കുന്നത്. നാം മറ്റുള്ളവരുടെ മേലെ ആണെന്നുള്ളൊരു ചിന്തയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരോടുള്ള ബന്ധത്തിലാണേലും അങ്ങനത്തെ ചിന്തകളായിരിക്കും നമ്മളുള്ളത്. പക്ഷെ ഈ കൃപയുടെ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് ചെറിയ ചിന്തകളാണ് ഉണ്ടാവുക. ഒരിക്കൽ ചില സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ ഉത്തരവാദിത്തമുള്ള സഹോദരന്മാർ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ സഹോദരന്മാരൊക്കെ അടുത്ത് അങ്ങോട്ട് ചെന്ന് അവരോട് ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബഹുമാനവും സന്തോഷമൊക്കെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു, കർത്താവ് അവര് പലപ്പോഴും ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങോട്ട് വരണമെന്ന് പ്രതീക്ഷിച്ച് നമ്മളിരിക്കും, നമ്മുടെ അടുക്ക വരണം, കാരണം നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ. പക്ഷെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അന്ത്യഅത്താഴത്തിന്റെ സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തൊരു തോർത്തും എടുത്തിട്ട് അങ്ങോട്ട് ചെന്നവരുടെ കാലുകൾ കഴുകുകയായിരുന്നു. ഇങ്ങോട്ടുള്ള ഒരു കർത്താവ് തന്നെ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുമായ ഞാൻ നിങ്ങളുടെ കാല് കഴിയെങ്കിൽ നിങ്ങളും അന്യോന്യം. നിങ്ങളുടെ ആന്തരിക മനോഭാവമാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് എന്തേലും ഒരു ഉന്നത ഭാവമോ ഇങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? ഇല്ല. പലപ്പോഴും ഒരു എൽഡർഷിപ്പിൽ ഒരു ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തിന്റെ നീതീകരണത്തിന്റെ തലത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ തന്നെ പ്രസാദിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യത്തില്ല. അവൻ എപ്പോഴും ദൈവത്തിലായിരിക്കും പ്രശംസിക്കുന്നത്. ഇവിടെ അപ്പം ദൈവത്തിന്റെ നീതി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ
സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവത്തിന്റെ നീതി എപ്പോഴും വിശ്വാസത്താലാണ് നമുക്ക് കിട്ടുന്നത്, പ്രവൃത്തിയാലല്ല. നമുക്കറിയാം, നമ്മുടെ പാപക്ഷമ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്താലാണ്. അവിടെ നമുക്കൊരു പ്രവൃത്തി, നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നത് വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി അത് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ക്രൂശിൽ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാനത് ഹൃദയത്തിൽ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് പാപക്ഷമ കിട്ടുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ദൈവത്തിനടുക്ക വന്നതിന് ശേഷവും പലപ്പോഴും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ചിലതൊക്കെ ചെയ്താലേ എനിക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അങ്ങനെ ആ ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന്റെ അനന്തര ഫലമായിട്ട് എനിക്ക് എന്നിൽ തന്നെ പ്രശംസ ഉണ്ടാകും, എന്നെക്കുറിച്ച് തന്നെ ഉന്നതി ഉണ്ടാകും. മറ്റുള്ളവർ ആ ഒരു നിലവാരത്തിലോട്ട് എത്താത്തവരെ കാണുമ്പം ഞാൻ അവരെ വിധിക്കുകയും അവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്ന് എണ്ണാനായിട്ടും തുടങ്ങും. മറ്റുള്ളവരെക്കാളൊക്കെ അല്പം കൂടെ ശ്രേഷ്ഠതയും പ്രത്യേകതയും എനിക്കുണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷേ ഇതെല്ലാം നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണെന്നുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് വരുന്നിടത്ത് നമുക്കൊന്നും പ്രശംസിക്കാനില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനും ഇടത്ത് നിൽക്കുന്ന സഹോദരനും വലത്ത് നിൽക്കുന്ന സഹോദരനും എനിക്കും സൗജന്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ പ്രവൃത്തികളൊന്നും കാരണമല്ല അതിന്. വീണ്ടുജനത്തിന് കാരണമല്ലാത്ത പോലെ തന്നെ പാപത്തിൽ നിന്നുള്ള ജയത്തിനും അത് കാരണമല്ല. ഞാനത് വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്, മറ്റുള്ളവർ വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജയത്തിലൊരു പ്രശംസയൊന്നുമില്ല. മറ്റുള്ളവരെക്കാൾ എന്നെ തന്നെ പുകഴ്ത്തുകയോ ഒന്നും ചെയ്യുന്നൊരു കാര്യമില്ല. എപ്പോഴും ഞാൻ ഈ നമ്മള് ഇതിന്റെ 9-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നതിന് ലജ്ജിച്ചു പോയില്ലെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എപ്പോഴും നമ്മൾ പ്രവൃത്തിയിൽ ഒന്നുന്നിടത്ത് വിശ്വാസമല്ല അതിന് അടിസ്ഥാനമായിരിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം പ്രവൃത്തിയാലാണ് കിട്ടിയെങ്കിൽ അവന് ദൈവസന്നിധിയില് അവന് തന്നെ തന്നെ പ്രശംസിക്കാൻ, ദൈവസന്നിധിയില് പ്രശംസിക്കാനൊന്നുമില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായിട്ട് കണക്കിട്ടു. നമ്മളും പാപത്തിനുള്ള ജയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്താണ് അത് കിട്ടുന്നത്. അല്ലെ, കൃപയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അങ്ങനെ പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ താഴ്ന്ന ചിന്തകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ ഞാനെന്ന് പറയുന്നുണ്ട്. താൻ നിൽക്കുന്ന ആ സമയത്ത് നിൽക്കുന്ന ഒത്തിരി ഉന്നതിയിലാണ്, ആത്മീയമായിട്ടുള്ള ഉന്നതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാ ഞാൻ. കാരണം സൗജന്യമായിട്ട് ദൈവത്തിന്റെ ദാനങ്ങൾ പ്രാപിച്ചത് കൊണ്ട് തന്നെ എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പലപ്പോഴും നമ്മൾ ഇവിടെ വല്ലാണ്ട് തെറ്റിപ്പോവാറുണ്ട്. അതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മൾ അസൂയയും മത്സരവും ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമുക്കറിയാം, ലോകക്കാരായ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആണ്ടർദിയോടുള്ള ബന്ധത്തിൽ പിള്ളേരുടെ ചില പ്രോഗ്രാംസ് ഉണ്ട്. അല്ല, പിള്ളേരുടെ അല്ല, ഗ്രൂപ്പായിട്ട് തിരിച്ച് ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, വേറൊരാൾ ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴത്തേനും അസ്വസ്ഥ വരുന്നു, പരാതി വരുന്നു. ശരിക്കും നമുക്ക് നമ്മുടെ ഈ ആന്തരിക തലത്തിൽ ശുദ്ധീകരണം വന്നിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ഉത്തരം പറയുമ്പോൾ നമുക്ക് സന്തോഷമാവരുണ്ട്, നമുക്ക് അസ്വസ്ഥത തോന്നത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു, ബ്രദർ ഇതിനകത്തൊന്നും ഉത്തരവൊന്നും പറയാൻ പാടില്ല, മാറി നിന്നാ മതി, ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം വല്ലാത്തൊരു എന്താ പറയുക, ഒരു മത്സരത്തിന്റെ ആത്മാവ് കാണാൻ കഴിയുന്നുണ്ട്. ജയിക്കുമ്പോൾ സന്തോഷവും തോക്കുമ്പോൾ സങ്കടവും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവവഴി നടക്കുമ്പോൾ നമുക്ക് ജയിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുകയില്ല, തോക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുകയില്ല. ഒരിക്കലും ഞാൻ ബാംഗ്ലൂർ ഇങ്ങനത്തെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ ചില സിസ്റ്റേഴ്സിനെ ശ്രദ്ധിച്ചു.
അവരുടെ പിള്ളേർ ജയിക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സ് മുതലോട്ട് വീണ്ടും എടുത്ത് ചാടുന്ന ചാട്ടം കാണണം, കൈയൊക്കെ ഉയർത്തി പിടിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു ഈ ദൈവിക വഴികളിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വളരെ സ്വസ്ഥരായിരിക്കും. നമ്മൾ തോറ്റാലും നമുക്ക് അസ്വസ്ഥയൊന്നുമില്ല, ജയിച്ചാൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ അറിയും തോറും നമ്മുടെ മനോഭാവങ്ങളിൽ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. അപ്പൊ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ നാം നമ്മെ തന്നെ വിധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ യഥാർത്ഥ കൃപയിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ആന്തരികമായിട്ട് നിരന്തരമായ ഒരു സ്വസ്ഥതയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പരാതികൾ ഉണ്ടാകത്തില്ല, പിറുപിറുപ്പുണ്ടാകത്തില്ല, കുറ്റപ്പെടുത്തൽ ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന നമ്മൾ കൃപയിലല്ല നിൽക്കുന്നതെന്നാണ്. പക്ഷെ കൃപ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. കുറ്റാരോപണത്തിന്റെ ആത്മാവ് എപ്പോഴും അപവാദിയുടെ ആത്മാവാണ്, ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. കർത്താവ് ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. സഖറിയ പ്രവചനത്തിൽ സാത്താൻ കുറ്റപ്പെടുത്തുമ്പോൾ കർത്താവ് യോശുവയെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട പുള്ളിയല്ലോ. നമ്മളും ഈ ഒരു കൃപയുടെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ ബന്ധത്തിൽ, അവരുടെ വീഴ്ചകളുടെ ബന്ധത്തിൽ നമ്മുടെ മനോഭാവം അതായിരിക്കും. നമ്മള് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ബാധിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, എബ്രായർ 7:7 അല്ല 5 വായിക്കുമ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ വിലങ്ങേറിയ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞതിന് ശേഷം 7:25 വരുമ്പം അവൻ നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നവനാകിയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അപ്പം ദൈവം പിതാവിന്റെ സന്നിധിയിൽ യേശുക്രിസ്തു ചെയ്യുന്ന ഒരു പ്രക്രിയ, സദാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ചു വാദിക്കുക. സാത്താനെതിരായിട്ട് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സത്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മളും ആ ഒരു ആത്മാവിലേക്ക് വരുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ അവരുടെ കുറ്റങ്ങളെ ഉയർത്തി കാണുന്നതിന് പകരം അതിനുവേണ്ടി പക്ഷപാതം ചെയ്യുകയും അവരോട് അനുകൂലമായൊരു നിലപാടിൽ നിൽക്കുകയും, നമുക്ക് അതിന് ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല, നമുക്ക് ഈ ആന്തരികമായിട്ട് ഈ ഒരു വഴിയിലൂടെ പരിശീലനം നടത്തുമ്പോൾ സാവകാശം നമ്മളിൽ വരുന്നൊരു മാറ്റമാണ്. കുറ്റപ്പെടുത്തലിന്റെ ശബ്ദം നമ്മളിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, പാടാം സ്തോത്ര ഗീതങ്ങൾ ഇല്ലിനി പരാതികൾ. പക്ഷെ കർത്താവിനെ ചൂണ്ടി പറയുമ്പോൾ കർത്താവിന് ഒരു പരാതിയില്ലായിരുന്നു ഒന്നിനെ കുറിച്ചും. അവൻ ജനിച്ച സ്ഥലത്തെക്കുറിച്ചോ, അവൻ നേരിട്ട പരീക്ഷകളോടുള്ള ബന്ധത്തിലോ, അവൻ കടന്നുപോയ മാർഗങ്ങളോടുള്ള ബന്ധത്തിലോ ഒന്നും ഒരു പരാതിയില്ലാത്ത ദൈവത്തിനെ കാണും. ശക്തമായ പരീക്ഷയുടെ സ്ഥാനത്തും തന്നെ കുറിച്ചായിരുന്നില്ല തനിക്ക് ചിന്ത, മറ്റുള്ളവരെ കുറിച്ചായിരുന്നു. നമ്മളെ ഉള്ളിലും ഈ വിശ്വാസമുള്ള നീതീകരണത്തിന്റെ വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒത്തിരി പുതുക്കങ്ങൾ നമ്മളിൽ വരും. അങ്ങനെ നമ്മൾ ദിനംപ്രതിയുള്ള ഒരു രൂപാന്തരം നമ്മളിൽ സംഭവിക്കുന്നു. നമ്മള് 2 Corinthians വായിക്കുന്ന പോലെ തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. ഈ തേജസ് എന്ന സുവിശേഷം നമ്മൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതോറും നമുക്ക് ദൈവികമായ ഒരു തേജസ് നമ്മൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവിക സ്വഭാവം, കുറ്റപ്പെടുത്താത്ത, പരാതി പറയാത്ത, അപ്പം എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ്. നമ്മളത് മനസ്സിലാക്കും തോറും നമ്മളും ദൈവം നമുക്ക് തന്ന സഹോദരന്മാരുടെ ബന്ധത്തിൽ നമുക്കും മാറ്റം വരും. പക്ഷെ നമ്മൾ തുടങ്ങുമ്പോൾ പലപ്പോഴും അങ്ങനല്ല തുടങ്ങുന്നത്. പെട്ടെന്ന് അസ്വസ്ഥരാകുന്നവരും, കുറ്റപ്പെടുത്തുന്നവരും, പരാതി പറയുന്നവരും, വിധിക്കുന്നവരും, തിരിച്ചടിക്കുന്നവരും, വാക്കുകൊണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കും തോറും, കർത്താവിനെ നമ്മൾ അറിയും തോറും നമ്മുടെ ഉള്ളിലും ആ നിലയിലുള്ളൊരു മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ആദ്യം കുടുംബജീവിതത്തിൽ ആരംഭിക്കുന്നത്, അതിനുശേഷം സഭയിൽ നമ്മൾ അങ്ങനെ തന്നെയാവും. കുറ്റങ്ങളില്ലാത്തെന്നല്ല, മറ്റുള്ളവർക്ക് കുറ്റങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കുറ്റങ്ങൾ കണക്കെടുത്തില്ല, ആ കുറ്റങ്ങളെ ഉയർത്തിപ്പിടിക്കത്തില്ല. ഇപ്പം മത്തായി സുവിശേഷത്തിൽ യോസേഫിനോടുള്ള ബന്ധത്തിൽ ഈ
മറിയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭവിച്ചു എന്നുള്ള ആ ഭാഗത്ത് പറഞ്ഞിരിക്കും, അവൻ നീതിമാനാകിയാൽ അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാര്യം ആരും അറിയാതെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ദൈവിക സ്വഭാവം വർദ്ധിക്കും തോറും നമ്മളും അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് വരും. ന്യായപ്രമാണപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലാനായിട്ടായിരുന്നു ആ സ്ത്രീയെ കൊണ്ടുവന്ന് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട് കർത്താവ് ഒരു ചോദ്യം, നീ എന്ത് പറയുന്നു? ഞങ്ങളുടെ ന്യായപ്രമാണം ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു, നീ എന്ത് പറയുന്നു? അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആത്മാവിലായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ പറയുന്നെന്നാ പറയുന്നത്. പക്ഷെ കർത്താവ് കൊടുത്ത മറുപടി, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത്തെ കല്ല് എറിയട്ടെ. ശേഷം ആ സ്ത്രീയോട് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അപ്പൊ നമ്മളും ഈ ഒരു സത്യങ്ങളിലേക്ക് നടത്തപ്പെടുമ്പോൾ നമ്മുടെ ദിനംപ്രതിയുള്ള കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണേലും ഈ കുറ്റം വിധിക്കലിന്റെ ആത്മാവിൽ നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. മറ്റൊരു കുറ്റമില്ല എന്നുള്ളതല്ല, കുറ്റമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കണക്കിടുന്നില്ല. നമ്മൾ അതുമായിട്ട് എങ്ങോട്ടാ ചെല്ലുന്നത്? നേരെ കർത്താവിന്റെ അടുക്ക ചെല്ലും. കർത്താവിനോട് നമ്മൾ പറയുന്ന കരുണ തോന്നണം, കർത്താവ് കരുണ കാണിക്കണം, ദയ തോന്നണം. അതോ നമ്മള് കരുണ കാണിക്കാൻ വിസമ്മതിക്കുന്നിടത്ത് അതിന്റെ അർത്ഥം നമ്മൾ ഈ കരുണ അനുഭവിച്ചിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ ഈ കരുണ അനുഭവിക്കും തോറും മറ്റുള്ളവർക്ക് കരുണ കൊടുത്തോണ്ടേയിരിക്കും. നമ്മൾ കൊടുക്കും തോറും നമുക്ക് കൂടുതൽ കിട്ടും. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. പക്ഷെ ഈ കാര്യങ്ങളിലെല്ലാം ആകുന്നുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആത്മാവിൽ നിന്ന് നമ്മൾ മനസ്സലിവും ദയയും കരുണയും ക്ഷമയൊക്കെ വിതയ്ക്കുന്നെങ്കിൽ നമുക്കും അത് അളവില്ലാണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും മറ്റുള്ളിടത്ത്. അപ്പൊ നമ്മൾ വിതയ്ക്കാതിരുന്നാൽ നമുക്ക് കൊയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കൊടുക്കുകയാണെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നാമത് നമ്മുടെ കുടുംബജീവിതത്തിലാണ് അത് ചെയ്യേണ്ടത്. ക്ഷമ കൊടുക്കുക, ദോഷം കണക്കിടാതിരിക്കുക, വിധിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. നാം കർത്താവിനെയാണ് പിൻപറ്റുന്നത്. ഈ വിശ്വാസത്തിന്റെ മാർഗത്തിൽ കൃപയുടെ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ ആന്തരികമായിട്ട് ഇങ്ങനത്തെ ഒത്തിരി പുതുക്കങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം മത്തായി 6:9 പഠിപ്പിച്ചല്ലോ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. നമ്മുടെ ജീവിതത്തിൽ അത് ആദ്യം സംഭവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കൂടുതൽ ക്ഷമയുള്ളവര്, കരുണയുള്ളവര്, പൊറുക്കുന്നവര്, ദോഷം കണക്കിടാത്തവര്, ദീർഘമായി ക്ഷമിക്കുന്നവരൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ ഒരു അടിസ്ഥാനം ഇട്ട് പണിയുന്നത്. അങ്ങനെയുള്ള സഹോദരന്മാര് സഭയിൽ വരുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുക. നമ്മുടെ ജഡത്തിൽ എപ്പോഴും അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നാമത് വരുന്ന ചിന്തയും ഒന്നാമത്തെ പ്രതികരണം എപ്പോഴും ജഡത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ആത്മാവിന്റെ ശബ്ദം കൂടുതൽ കേൾക്കുന്നവരും നാം ജഡത്തോടുള്ള പ്രതികരണത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ ആത്മാവിനോട് പ്രതികരിക്കും. എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ആ നിലയിൽ നമ്മളെ പുതുക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ദൈവിക നീതി കണ്ടെത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ നീതിയെ കുറിച്ചുള്ള ഒരു ആന്തരിക വെളിച്ചം നമുക്ക് കിട്ടാത്തത് കൊണ്ട് നാം നമ്മുടെ നീതിയുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. നമ്മുടെ നീതിയും കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്ത് നമ്മൾ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് അന്യപ്പെട്ടു പോകും. അതിന്റെ അനന്തരഫലം ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കത്തില്ല. കമാലെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ അതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അവിടെ ദൈവിക നീതി കൂടുതലായിട്ട് നമ്മളിലൂടെ വെളിപ്പെട്ട് വരാനായിട്ട് തുടങ്ങും. ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ അത് പ്രാഥമികമായിട്ട് കുറ്റം വിധിക്കുന്ന ഒന്നല്ല, രക്ഷിക്കുന്നതാണ്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ല, ഞാൻ ലോകത്തെ വിധിക്കാനല്ല വന്നിരിക്കുന്നത്, രക്ഷിപ്പാനാ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളും പലപ്പോഴും ഈ സ്വന്തം നീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിരിക്കും നമുക്ക് താല്പര്യം. പക്ഷെ ദൈവിക നീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ മനുഷ്യന്റെ പ്രാണങ്ങളെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ്
വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. നമ്മൾ സൗരസന്മാരെ ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ശോധന ചെയ്ത് നോക്കാം. ഇന്ന് നമ്മളെ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളത്. കുറ്റം കണക്കിടുന്ന, കുറ്റപ്പെടുത്തുന്ന, ദോഷങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്ന. എങ്കിൽ ഈ വിശ്വാസകാല നീതീകരണത്തിന്റെ ആ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇവൻ ദൈവം നമുക്ക് നൽകുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളോട് കരുണയാ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും നമ്മൾ ദൈവത്തിന്റെ വനത്തിൽ വായിക്കുന്നു. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ആ സത്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ അന്നേരമാണ് ഈ കരുണയുടെ ആഴങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ദൈവം നമ്മളോട് കാണിക്കുന്ന ആ കരുണയുടെ ആഴം നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് തുടങ്ങുന്നത്. ഞാൻ കണ്ടെത്തിയൊരു കാര്യം പറയാം. ദൈവം എപ്പോഴും ഒരു വ്യക്തിയെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ രൂപാന്തരമാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റോമർ 8 ഇങ്ങനെ വായിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും ഉപദ്രവിക്കപ്പെടുന്നതും ഇതെല്ലാം കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കാനായിട്ട് പിതാവ് വെച്ചിരിക്കുന്നതാണ്. പിതാവ് അനുവദിച്ചിട്ട് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു തലയിൽ ഒരു മുടി പോലും സ്വർഗ്ഗസ്വനായ പിതാവ് അറിയാതെ. അപ്പൊ നമുക്കെതിരായിട്ട് വരുന്നതെല്ലാം പിതാവ് തൂക്കി നോക്കി അയക്കുന്ന. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്താനായിട്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കും, നമ്മളെ തന്നെ ന്യായീകരിക്കുകയും നമ്മുടെ നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുക വഴി നമുക്ക് ആ സത്യം കണ്ടെത്താൻ കഴിയാതെ നമ്മൾ കൂടുതൽ അസ്വസ്ഥരും പരാതിയുള്ളവരും പിറുപിറുക്കുന്നവരും അസമാധാനമുള്ളവരും അസന്തുഷ്ടരും പരാതി പറയുന്നവരൊക്കെ ആയിട്ട് ജീവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ കോട്ടയം കോൺഫറൻസിലെ പ്രാരംഭ സമയത്ത് തന്നെ ഇതിന്റെ റെക്കോർഡിങ്ങിനോടുള്ള ബന്ധത്തില് ബ്രദറിന്റെ മെസ്സേജൊക്കെ കിട്ടാണ്ട് പോയപ്പോ അന്ന് ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും അസ്വസ്ഥപ്പെടാൻ പാടില്ല, എന്തൊക്കെ വന്നാലും. അപ്പൊ ഈ ദൈവത്തെ നമ്മൾ അറിയും തോറും നമ്മൾ അങ്ങനത്തെ ഒരു സ്വസ്ഥതയിലേക്ക് വരും. ഓപ്പറേറ്റ് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താനും നേരത്തെ നിങ്ങളൊക്കെ റെഡിയാക്കി വെക്കേണ്ടതില്ല എന്ന് ചോദിക്കാനും ഇങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട്. പക്ഷെ ദൈവം എന്തിനാ അനുവദിക്കുന്നത്? നമ്മൾ പറയുന്നത് നമ്മുടെ തലയിലെ മുടി പോലും പിതാവ് അറിയാതെ നിലത്ത് വീഴുകയല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പിതാവ് അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും. അപ്പൊ നമ്മൾ പിറുപിറുക്കുമ്പം പറയുന്ന ഒരു കാര്യം, ഞാനത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്ന ഒരാള് അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും, സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ, അനുകൂലമാണേലും പ്രതികൂലമാണേലും. അപ്പൊ നമ്മൾ ഇത് പ്രാക്ടിക്കലായിട്ട് കുടുംബജീവിതത്തിലാണ് തുടങ്ങും. അപ്പം നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മള് പ്രത്യേകിച്ചും എവിടെയാ സ്തോത്രം ചെയ്ത് തുടങ്ങേണ്ടത്? നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് സ്തോത്രം ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ നമ്മളങ്ങനെ സ്തോത്രം ചെയ്യാറുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയാത്തത്? നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മള് പുറപ്പാട് 14:14 തോന്നിങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾ മിണ്ടാതിരിപ്പിന്ന്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. പലതും കാണുന്നിടത്ത് നമ്മൾ നിശബ്ദരായിരിക്കുകയാണെങ്കിൽ, നമ്മൾ കയറി മിണ്ടാൻ തുടങ്ങിയാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ നിശബ്ദരാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ഒരു നേച്ചർ എന്താന്ന് വെച്ചാൽ ചാടി കയറി മിണ്ടുന്ന ഒരു പരിപാടി, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഉടനെ പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ദൈവം അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടുന്ന് രാത്രി ഒന്നിച്ചായിരിക്കുന്നിടത്ത് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ ഒരു സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ
കണ്ണിന് മറഞ്ഞിരിക്കുന്നിടത്ത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയത്തില്ല. സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത് ഇത് നമ്മുടെ കണ്ണിന് മുമ്പിൽ മൂടി വെക്കാനാണ്. പക്ഷെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഈ സത്യങ്ങൾ കണ്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നടക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെറുകണ്ടിയ, പരാതി പറയേണ്ടിയ, കൈപ്പുള്ള സാധനങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരുമായിട്ട് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയുള്ളവരായി മറ്റുള്ളവർ മുമ്പിൽ ആയിരിക്കണമെന്നാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സൗരസ്വന്മാരെ നമുക്ക് വെല്ലുവിളി ഹൃദയംഗമായിട്ട് ഏറ്റെടുക്കാം. തീർച്ചയായിട്ടും കർത്താവ് ചെയ്യുന്നതെല്ലാം ഈ ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടാണ്. അപ്പൊ നമുക്ക് ഹൃദയം കൊണ്ട് ഈ കാര്യങ്ങളെ കാണാനായിട്ട് നമ്മുടെ ആന്തരിക കണ്ണ് തുറന്നു തരാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്യുക. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സുരക്ഷയുള്ള പിതാവേ, ഈ സമയത്തിനാണ് നന്ദി. അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളെ അവിടുത്തെ ശരീരമായ സഭയായിട്ട് അങ്ങ് പണിയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അവിടുത്തെ വാക്തത്വം അടിങ്ങൾ ഓർക്കുന്ന സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയുമെന്നാണല്ലോ അവിടുത്തെ വാക്തത്വം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ എല്ലാ നടപ്പിലും സാത്താന്റെ പദ്ധതികളെ പൊളിക്കുന്നവരും അവന്റെ തലയെ തകർക്കുന്നവരായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഉയരത്തിലെ ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും നിറച്ചടികളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.